എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കടയിലാണ്, അറിയാലോ, നമ്മുടെ പലചരക്കിലാണ് അമ്മ നിൽക്കണ്. അപ്പം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാലേ വന്നപ്പോൾ ഇത്തിരി നേരം വൈകി. അരി നമ്മുടെ ജയയുടെ അരിയാ, നല്ല വേവാ. അതൊരു 11 മണിയാവേണ്ട, ഒട്ടും നോക്കണ്ട വേവേണ്ട കാര്യം. അപ്പം ഞാൻ ഉപ്പുമാവും കൊള്ളിക്കറിയും കൊടുക്കാം അവർക്കെന്ന് വിചാരിച്ചു. കുട്ടികൾക്കാണെങ്കിൽ ഇടയ്ക്ക് പലഹാരമൊക്കെ കൊടുക്കണ്ട, അവർക്ക് നല്ല ഇഷ്ടമാണ് പലഹാരം കഴിക്കാൻ. പിന്നെ എൻ്റെ കഞ്ഞിയായ കാരണം അങ്ങനെ കഞ്ഞിമ പോണതാ. കഞ്ഞി ഇഷ്ടക്കേടില്ല കേട്ടാ. പിന്നെ ഇന്ന് വരും വഴിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എനിക്ക്. വണ്ടിയിൽ വന്ന് ഒരു ചേച്ചി ക്രോസ് ചെയ്തു. അച്ഛനെ പിടിച്ചിട്ട് കിട്ടിയില്ല. വണ്ടി വീണില്ല, ഞാൻ വീണു, കാലൊക്കെ പൊട്ടി. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ പിന്നെ മനസ്സിന് ഇത്തിരി ഒരു ടെൻഷൻ കയറി. അപ്പം അങ്ങനെ പെട്ടെന്ന് തലവേദന വന്നു. കാല് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഈ കയ്യിൻ്റെ ഇവിടെ ഇത്തിരി വേദനയുണ്ട്. അങ്ങനെ കുറച്ച് ചുണ്ട് ഇവിടെ ഇത്തിരി ഇതായി. അതൊക്കെ ഇത്തിരി കുറവായിപ്പോൾ, കുഴപ്പമില്ല. എന്തോ ആരിങ്ങനെ എല്ലാവരും പ്രാർത്ഥന കൊണ്ടാ തോന്നുന്നു ഇങ്ങനെ ഒന്നും പറ്റാണ്ട്. അതല്ല വീഴ്ചയായിരുന്നു, പക്ഷെ ഒന്നും പറ്റാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു. അപ്പം അതൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ആരും ഇങ്ങനെ അയ്യോ എന്താമ്മ പറ്റിയേ അതൊന്നും വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. അത്ര കുഴപ്പമൊന്നുമില്ല, നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ വേദന വരുമായിരിക്കും. ഇപ്പം ഇത്തിരി വേദന കൂടി വരുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ കുഴമ്പൊക്കെ രതീഷ് മോൻ്റെ മേടിച്ച് പരത്തിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ മാറിക്കോളൂന്ന് വിചാരിക്കണു. ഒരു മുട്ടിൽ തന്നെ വേദനയാണ്, അപ്പോൾ അടുത്ത മുട്ടാണ് ഇങ്ങനെ അയക്കണ്. അതുകൊണ്ടൊരു വിഷമം ആയി. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമുക്ക് പോയാലോ, താഴത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ റവ എടുത്തിട്ടുണ്ട് 2 അരച്ച കിലോൻ്റെ. പിന്നെ നെയ്യൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവിൻ്റെ പണിയിലേക്ക് കടന്നാലോ നമുക്ക്. ഞാനൊരു സ്പെഷ്യൽ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി അധികം ഒഴിക്കണം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വേണമല്ലോ. അപ്പോഴേ കടുക്, വറ്റൽമുളക്, സാധാരണ പോലെ വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, സവോളയും ഉള്ളി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, വേഗം കൂടെ ഒന്ന് ആയിക്കോട്ടെ. കൂടെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ നെയ്യ്, വലിയ കരണ്ടി ഇതാണ് കേട്ടോ, അതുകൊണ്ടൊരു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അതൊരു പകുതിയായി വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് ബീൻസും കുറച്ച് കാബേജും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറി അധികമുള്ള ഒരു ഇതാന്ത് ഉപ്പുമാവാണ്. നെയ്യ് നല്ലോണം ഒഴിക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സമയത്തേ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇത്തിരി ഇട്ടുണ്ട്, എന്നാലും അത് പോരാണ്ട് വരും. ഇതിൽ നല്ല ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രസം ഉണ്ടാവുള്ളേ. പിന്നെ അത് വേവാനായിട്ട് ഇത്തിരി സമയം നമ്മൾ കൊടുക്കണം, ഒന്ന് വെന്ത് വരട്ടെ. പകുതി വേവാവണതേ, കണ്ടമാനം വെന്ത് കുഴയണ്ട, കുറച്ചൊന്ന് വേണം. മൂടി വയ്ക്കാൻ പാത്രമില്ല എൻ്റെ കയ്യിൽ, മൂടി വയ്ക്കാൻ പാത്രമുള്ളവർ അങ്ങോട്ട് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോഴേ ചോറുണ്ടാണ് ഒരു കിണ്ണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മൂടിയിട്ട് കേട്ടോ, അത് എടുക്കാൻ കിട്ടുമോ നോട്ടെ നീ. അപ്പോൾ അതെ ഒരുവിധമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ.
എന്നാലും ഒന്നും കൂടി വെന്തോട്ടെ, അല്ലെങ്കിൽ ബീൻസ് ഇങ്ങനെ കറുകറുന്ന് കടിക്കും. നെയ്യുള്ള കാരണം പിന്നെ കരിയൊന്നുമില്ല. അപ്പോൾ ഒരു വിധമൊക്കെ നമ്മുടെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കേ നമ്മുടെ റവേനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്നും ഇങ്ങടെ ഇളക്കണം കേട്ടോ അവനെ. അതാണ് ഈ ഇതൊക്കെ അങ്ങനെ കെടുന്ന് അങ്ങോട്ട് പിടിച്ച് സൂപ്പറായിട്ട് വരുള്ളൂ. വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ അപ്പോഴേക്കും. അത് മറക്കണ്ട, പച്ചവെള്ളം ഒഴിക്കാൻ പറ്റില്ല, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഒരു ലൈറ്റ് മഞ്ഞ കളറ് നമ്മുടെ ക്യാരറ്റിൻ്റെ അതങ്ങടെ വരുമോ ഇനി. അധികമൊക്കെ ഉണ്ടാക്കുമ്പോഴില്ലേ, അധികം ആൾക്കാർക്ക് ഒരു 100 ആൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ഉരുളിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഉപ്പില്ല, തുണ്ടും കൂടി ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാലേ, ഒന്നല്ലെങ്കിൽ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർക്കണം, അല്ലെങ്കിൽ റവയിൽ ഉപ്പ് ചേർക്കണം. റവ അങ്ങനെ ഇട്ട് ഇളക്കിയിട്ട് ഉപ്പ് ചേർക്കണം. ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതിൽ നിന്ന് മുക്കി ഇങ്ങോട്ട് ഒഴിക്കാനാണേ, മൊത്തത്തിൽ ഒഴിക്കുന്നില്ല ഞാൻ. അപ്പം അങ്ങനെ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഉപ്പായിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താലോ. അപ്പോൾ ഇപ്പുറത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം കേട്ടോ, ഒന്ന് വെന്ത് വരണം. ഇങ്ങനെ തന്നെ മയമായിട്ട് തന്നെ വരണം കേട്ടോ. എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കണം നമ്മൾ, എന്നാലാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി വരും. അപ്പോഴേ ഇങ്ങനെ നല്ല മയത്തിലായി വരുമ്പോൾ നമുക്കിതിങ്ങനെ നല്ല മയത്തോടു കൂടി ഉപ്മാവ് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിരിന്നിരുന്നാണ്ട് വെച്ചാൽ ഉപ്മാവിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ, അത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളവർ അങ്ങനെ ഉണ്ടാക്കിക്കോ. ഇനി ഇത് നന്നായി അങ്ങോട്ട് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ അങ്ങോട്ട് വരും. പിന്നെ ഇതിലേക്ക് ഒരു കറി വേണം, അതുണ്ടാക്കാം നമുക്ക്. അപ്പോഴേ കറി വെക്കാൻ വെള്ളം തിളച്ചിരിക്കുന്നുണ്ടായല്ലോ നമ്മുടെ, അതായത് നമ്മുടെ ഉപ്പുമാവിലേക്ക് എടുത്ത വെള്ളം. അപ്പം ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇടാമെന്ന് ചോദിച്ചു. കൊള്ളി നേരം വൈകി നിൽക്കണ നേരമാണ് എനിക്ക്. കൊള്ളിയും ഉപ്പുമാവും ഞങ്ങൾക്കിവിടെ അതിൻ്റെ ഇത് കോമ്പിനേഷൻ നോക്കിയിട്ടൊന്നല്ല കേട്ടോ. നമ്മൾ വയറിനറിയണം ഒന്നാമത്തേൽ കുട്ടികൾക്ക്, അവർ പണിയെടുക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ എന്താ പറയുക, ടേസ്റ്റും വേണം. ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഉള്ളതൊക്കെ ഇനി ചീനച്ചട്ടിയിലേക്ക് ഇടുമ്പോൾ നമുക്ക് ചെയ്യാം. ചായ വെക്കാൻ നോക്കാം നമുക്ക്. ഇപ്പുറത്തേ ചായ തിളച്ച് വരുമ്പോഴേക്കും കൊള്ളിയാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോഴേ ചായയിൽ നമുക്ക് 2 ഏലക്കായ ഇടാം. ഏലക്കായ ഇട്ട ചായ ഇവിടെ ഭയങ്കര കാര്യമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നൈസാക്കി അരിഞ്ഞെടുത്തതാട്ടോ, അത്ര നൈസൊന്നല്ല. അതും അതിൽ കിടന്ന് വേവട്ടെ. പണ്ടൊക്കെ അമ്മയൊക്കെ പറയും ഒരു കയ്യിലിട്ട് വെച്ചാൽ മതി ഇന്ന് പാലില് തിളച്ച് പൊന്താണ്ടിരിക്കാൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാരയും ഒരുവിധം തിളയ്ക്കാറായിട്ടാ. എന്നാലും ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തിളയ്ക്കണം. മധുരം കണ്ടമാനം അങ്ങോട്ട് വേണ്ട, നോക്കിയിട്ടിടാനി. ചായയിൽ നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് ഇടാം. ഒന്ന് തിളക്കിട്ട് എന്നിട്ട് അപ്പോൾ നമ്മളേ ചായയും പഞ്ചസാരയൊക്കെ പാകാട്ടാ. ഞാൻ പിന്നെ ഇട്ടില്ല, അത്ര മതി, ഇടണ്ടനി. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തിട്ടേ, അല്ലെങ്കിൽ പെടൂട്ടാ. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചായയിലേക്ക് ഒന്ന് അടിയിലേക്ക് താന്ന് റെഡിയാവും. ഇനിയാ ഇപ്പം നമ്മുടെ കൊള്ളീനെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട പായസ കൊള്ളി. അപ്പം എന്തായാലും അതൊന്ന് ഊറ്റി കളഞ്ഞിട്ട് വരാം. വെള്ളം ആവശ്യമുണ്ട്, എന്നാലും അത് ഊറ്റി കളയാം. അപ്പം ഇനി കൊള്ളി അങ്ങോട്ട് കാച്ചാം. നമുക്ക് കാപ്പി കൊടുക്കാം അവർക്ക്. കടുക് കഴിഞ്ഞു. കടുകും ഈ പച്ചമുളകും പിന്നെ വേപ്പിൻ്റെ അലി മാത്രം ഇടണുള്ളൂ കേട്ടോ ഞാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത്തിരി ചാറ് വേണേ. പിന്നെ നാളികേരമൊക്കെ വേണമെങ്കിൽ ഇടാട്ടാ, പക്ഷെ നമ്മളതൊന്നും ഇടുന്നില്ല. അപ്പോൾ ഈ വെള്ളത്തിന് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പുണ്ടാവില്ല. നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞതല്ലേ, ഈ വെള്ളത്തിൻ്റെ ഉപ്പ് മാത്രം മതി. കൊള്ളിയിൽ ഉപ്പുണ്ട്. അപ്പോൾ നല്ലോണം തിളയ്ക്കുമ്പോഴേ നമുക്ക് നമ്മുടെ കൊള്ളീനെ എനിക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കൊള്ളിയിലത്തെ ഈ ഒരു കൊഴുപ്പില്ലേ, അതൊന്ന് അതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതെ ഇപ്പോൾ കൊള്ളി ശരിയായിക്കണ്ട. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് തിന്നാൻ കുട്ടികൾ വന്നിട്ടുണ്ടേ, അവർക്ക് കൊടുക്കട്ടെ കേട്ടാ. കൊള്ളി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിക്കുക. ചായ ഗ്ലാസ് എടുത്താ അപ്പോൾ അതെ അരുണത്ത് കഴിക്കുന്നുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് ഉണ്ണിയെ കൊള്ളി ഇതൊക്കെ? അങ്ങനെ നമ്മളുടെ
കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറേ പണി പിന്നെ എടുത്തു കൂട്ടാ. നല്ല ഇങ്ങനെ വീണപ്പോൾ കാലത്തത്തെ വീഴ്ചയില്ലേ, അതിൽ വേദനയുണ്ട് കുറച്ച്. അപ്പോൾ ആയം പോലെയാണ് ഇങ്ങനെ ചെയ്ത് കാബേജ് വെട്ടായിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ മീൻകറി ആണ് വെക്കാൻ പോകുന്നത്. മീൻകറി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു വേസ്റ്റ്. അപ്പോൾ അത് നമുക്ക് മാങ്ങിയിട്ടിട്ടുള്ള മീൻകറി എന്നും വെക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും കാണുന്നുണ്ട് കുറേയൊക്കെ. അതിൽ അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കാണുന്നത് തന്നെയാവും. എന്നിട്ട് ഈ കാണിച്ചതിനെ കാണിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ കാണാത്തവർക്ക് അറിയാലോ, ഒന്ന് മനസ്സിലാവുമല്ലോ ഇന്ന പോലെയൊക്കെ ചെയ്യാമെന്നുള്ളത്. അത്രയൊക്കെ തന്നെ. നമ്മൾ അല്ലാണ്ട് എന്തുട്ടാ കാണിക്കുക? നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ലല്ലോ അമ്മ, ഈ കടയുടെ ഉള്ളിൽ തന്നെയല്ലേ. പിന്നെ പുല്ല് വെട്ടണ ഒരു വീഡിയോ വന്നപ്പോഴേ അതിലുണ്ടായിരുന്നു, മോളോട് പറഞ്ഞൂടെ ഒരു പുല്ല് വെട്ടണ മെഷീൻ മേടിച്ച് തരാനെന്നൊക്കെ. ഞാൻ ആരോടൊന്നും പറയാറില്ല കേട്ടാ. എൻ്റെ സിജുമോനോടായാലും ഭാഗ്യനോടായാലും ഒന്നും പറയാറില്ല ഇന്നത് വേണമെന്നൊന്നും. എൻ്റെ ഒരു കാശില്ലേ, എനിക്ക് വാങ്ങിച്ചൂടെ. പിന്നെ മക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് നല്ലതല്ലല്ലോ, എനിക്ക് ഇഷ്ടമല്ല അത്. അങ്ങനെ അതിൻ്റെ ഒക്കെ സമയം വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളും. ഇപ്പോൾ അമ്മയ്ക്ക് ഒന്നും അത്ര വലിയ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എനിക്ക് വെറുതെ ഓരോ കാര്യങ്ങൾ നമുക്ക് കൈയോട്ട് വലിച്ച് കളഞ്ഞാൽ പോരെ. പുല്ല് ഉണ്ടാവണത് പിന്നെ മെഷീനൊക്കെ വാങ്ങിക്കേണ്ട കാര്യം തൊട്ടാ എനിക്ക് അങ്ങനെ പറയുമ്പോൾ വിഷമം. അങ്ങനെയൊന്നും പറയണ്ട. അത് അവനാൻ്റെ കാര്യം നോക്കി അവനാൻ ജീവിക്കുന്നു, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവരാവശ്യം വരുമ്പോൾ അവർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അത്ര തന്നെ. ആ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അല്ലാണ്ട് ഇപ്പം തന്നെ അത് വേണം ഇത് വേണം. ഞാൻ എൻ്റെ മോളിനോട് ആകെ കൂടി പറയണ ഒരു കാര്യം, നല്ല ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ അവളിട്ട് നടക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടേ. ഈ വയസ്സായ ഞാൻ ഇട്ട് നടക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എങ്കിലും അത് കാണുമ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടാ, അത് ഇഷ്ടമായിരുന്നു കേട്ടാ എന്നൊക്കെ പറയും. അപ്പോൾ ആളത് കുറേ ദിവസം കഴിയുമ്പോൾ ഏത് ഡ്രസ്സ് പറഞ്ഞാലും എടുത്ത് തരൂ കേട്ടാ, പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ. പിന്നെ ഞാനങ്ങനെ പറയില്ല എന്ന് മാത്രം. അപ്പം ഞാൻ വേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമ്മുടെ മാങ്ങേനിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം. തിരുമൊരു തന്നെയാട്ടോ, നന്നായി തിരുമണത്. പിന്നെ നന്നായി അരച്ചെടുത്ത തേങ്ങ അവിടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി അങ്ങോട്ട് തിരുമാം. മുളക് പൊടിക്ക് നല്ല കളർ കുറവുണ്ട് കേട്ടോ. ബാക്കി തേങ്ങയുടെ ഇതും കൂടി അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. മീൻകറി കണ്ട ഇത്രയുള്ള ഒരു മീൻകറി വയ്ക്കാനുള്ള നേരം വേണ്ടു. മീൻകറി റെഡി. അരച്ച മീൻ ഞാൻ വേവിക്കുക, കാച്ച കട്ടിയൊക്കെ വെള്ളമൊക്കെ കൂട്ടൽ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചേർക്കാം കേട്ടോ. ഇവിടെ അത്ര കട്ടിയും അത്ര ചാറും ആക്കില്ല ഞാൻ. പാല് പിഴിഞ്ഞാണ് മിക്കതും ഞാൻ വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കാച്ചിയാലോ ഒന്ന്. എന്താണോന്ന് അറിയില്ല, ഇന്നത്തെ മീൻ കറിക്കേ ഒരു എടുപ്പുള്ള ഒരു കളറില്ല. മീൻകറിയൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ മല്ലിപ്പൊടിയുടെ കളറാണെന്ന് തോന്നുന്നു. പിന്നെ കാശ്മീരി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയാണ് കാച്ച. ഉള്ളി കാച്ചുമ്പോഴാണ് മീൻ കറിക്ക് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ വിചാരമാണ് കേട്ടോ, ഉള്ളി കാച്ചുമ്പോഴാണ് മീൻ കറിക്ക് നല്ല മണം വരുന്നതെന്നാ. കൂടുകൂടാ തിളക്കിൻ്റെ. അപ്പം നമുക്ക് അത് നിർത്താം അല്ലേ, മതി പറ്റീൻ്റെ ഒരു വിധം.
അപ്പോഴേ കളറില്ലാത്ത കാരണം ഞാനൊരു കാശ്മീരി കുറച്ച് ഇടാം കേട്ടോ അതിൽ കളറിന്. എനിക്കിത്തിരി കളറോട് കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങോട്ട് ഒഴിച്ചാലോ നമുക്ക്. ഇപ്പം നല്ല ഭംഗിയായിട്ടാ. ഇപ്പം കണ്ട, ഇപ്പോഴാണ് കളർ ശരിക്കും വന്നത്, ഒരു ഭംഗിയുള്ള കളറും. കറി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഭംഗിയും കൂടിയും അതിൻ്റെ പ്രധാനം തന്നെയാണ്. കാണുമ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നണം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ടല്ലോ. മതി, ഇപ്പോൾ ഒരു തരിയും കൂടി ഇടാം നമുക്ക്. ഇട്ടിട്ടിട്ട് കൂടെ ഇപ്പോൾ വായിക്ക് നല്ല ടേസ്റ്റ് കുറവുണ്ട് എനിക്ക്. അത് കാരണം തോന്നുന്നു എന്തോ ഒമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നാം. ആ വീണ ഇപ്പോൾ പ്രഷർ കൂടി തോന്നുന്നുണ്ട്. അതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട്. പ്രഷറിൻ്റെ ഗുളിക നോക്കിയപ്പോൾ ഇല്ല താനും. അതിനൊന്നും കഴിച്ചിട്ടില്ല എന്ന്. അതേ ഇവിടെയൊക്കെ വേദനയാണ്. അപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. സുജിമോൻ്റെ അടുത്തേക്ക് ഇന്ന് സുജിമോളുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മോനോട് ഡോക്ടറെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഗുളിക വാങ്ങിക്കാനോ പറയണം. മോൻ പറഞ്ഞ് പേടിപ്പിച്ചു നോക്കാം എന്നെ. വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മയ്ക്ക് എല്ലായിടത്തും വേന വരും കേട്ടോ മാങ്ങ. പക്ഷെ അങ്ങനെയൊന്നും സഹിക്കാൻ പറ്റാത്ത വേനയൊന്നും ഇല്ല. അത് സഹിക്കാൻ പറ്റാത്തത് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പോകേണ്ട കാര്യമുള്ളൂ. ഗുളിക കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണേ. ദൈവമേ എന്ന് വിചാരിക്കും. ആ പാവം അച്ഛൻ പറയാം, അച്ഛപ്പോൾ വന്നിട്ടുണ്ടേ, അതിന് ആ മറ്റേ ചാടിയ സ്ത്രീയില്ലേ, അതിന് പ്രായമൊന്നും ഇത്രയൊന്നും എനിക്കറിയൊന്നുമില്ല. ഒരു സാരി എടുത്ത് നോക്കണത് എങ്ങോട്ടോ ജോലിക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ അതിനെല്ലാവരും ആ നേരത്തെ ചീത്ത പറഞ്ഞു. അതിന് ആകെ വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അയ്യോ അതിന് വിഷമം അതിൻ്റെ വീണതും പോരാ, ചീത്തയും വിഷമം അതിൻ്റെ ഇപ്പോൾ. പിന്നെ വേറെ വല്ല വണ്ടിയൊന്നും അതിനൊന്നും പറ്റിയില്ലല്ലോ, നിസ്സാരമായി പോയില്ലേ. അതിനും നിസ്സാരമായി, അമ്മയ്ക്കും നിസ്സാരമായി. ഭഗവാന്റെ ഒരു ഇത് അനുഗ്രഹം. ഇപ്പം ഇവിടെ പപ്പടം കൂടിയും കാച്ചാലേ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ പപ്പടം കാച്ചലിൻ്റെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. മക്കളെ ചോറുണ്ട് കുട്ടികളെ. അപ്പോഴേ അങ്ങനെ എൻ്റെ മുളുവിൻ്റെ അടുത്തേക്ക് എത്തി. എന്തൊരു ചീനു മോനെ, ഇപ്പം എന്നെ വന്നോളൂ കടയിൽ നിന്ന്. ഞാനും ഇപ്പം എത്തി. അച്ഛന് ചായ കൊടുക്കുക, എന്നിട്ട് ആ കൊള്ളിപ്പേരി നല്ല കൊള്ളി കേട്ടോ. പാകത്തിന് ഇങ്ങനെ വേവായിട്ട് നല്ല രസമായിട്ട് കാച്ചീൻ്റെ എൻ്റെ മോള്. അച്ഛനും കൊണ്ട് കൊടുക്കും. അപ്പോഴേ ഞാനൊരു ആക്സിഡൻറ്റ് എന്തായിരുന്നു നോക്കട്ടെ കേട്ടോ. ഡ്രസ്സൊക്കെ ആക്കി എന്തെങ്കിലും ഒരു പാവാടയൊക്കെ ഇട്ടിട്ട് വരാം. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്തുണ്ടായിരുന്നു. ഞാനും കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല. കാലത്തൊന്നും നോക്കിയപ്പോൾ ചോര കണ്ടപ്പോൾ അവിടെ അങ്ങനെ പൊത്തി വെച്ചതാണ്. നോക്കിയിട്ട് വരാം. അപ്പോഴേ എൻ്റെ മോളിതേ കൊള്ളി വെറുതെ ഇങ്ങനെ എന്തിട്ട് ചെയ്ത മോനെ പച്ചയ്ക്ക് ഇങ്ങനെ മറ്റേ ഇതിൽ അരിഞ്ഞു അല്ലേ. അത് ആ കൊള്ളിയാട്ടത് ഇതേ കണ്ട അതല്ലേ. ദേ ഇതാണ് പൊട്ടി വെക്കണത്.
ഇത്രയ്ക്കുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഇത്തിരി നീരുണ്ട്. അപ്പോൾ മോള് പറഞ്ഞു ഒന്ന് ആവി പിടിച്ച് തരാമെന്ന്. അപ്പോൾ പതുക്കൊന്ന് നമുക്ക് ആ കുഴമ്പില്ലും ഇങ്ങനെ അതൊരു തുണ്ട് ചൂടാക്കുക, ആ മുറിവെണ്ണ പോലത്തെ ഇതുമ്മേ ആക്കാണ്ട് ഇങ്ങനെ പരട്ടിയിട്ടേ. ഇവിടെ ആക്കാണ്ടിരുന്നാൽ മതി. എന്നിട്ട് ഇങ്ങനെ ആക്കിയാലേ ചൂട് പിടിച്ചാൽ മാറും. ഈ കാലിൻ്റെ മുട്ടുമ്പലും ലേച്ചുണ്ട് കേട്ടാ. ഇതാണ് വേദനയുള്ള കാലാർന്ന ഇതും. പിന്നെ കാര്യമായിട്ട് പറ്റിയില്ല. എന്നാലും ഇവിടെ ഇത്തിരി നീര് പോലെ ഉണ്ട് ഇടിച്ചതിൻ്റെ ഒരു ഇതേ. അത്രേനേ ഉള്ളൂ. പിന്നെ കാണിച്ചമ്മേനെ പിന്നെ എൻ്റെ ചേച്ചിയും കുഞ്ഞാട്ടനൊക്കെ കാണും ഈ വീഡിയോ. അത് കെട്ടി കളിച്ചിട്ട് വരാതെ കണ്ടാട്ടോ. അത് ഈ വീഡിയോ ഒക്കെ വരുമ്പോഴേക്കും എൻ്റെ പറയുണ്ടാവും. അമ്മായി വിചാരിക്കും അയ്യോ ചേച്ചി വേണ്ടി ഒന്ന് വീണേ എന്ന് പറഞ്ഞിട്ട് ഓടി വരാൻ നിൽക്കണ്ട. അപ്പോഴേക്കും അമ്മ മാറിയിട്ടുണ്ടാവും അതൊക്കെ. എന്തോ വേറെ മമ്മൂട്ടി പറയുന്നത് എന്തിനും വലുത് ഏതാണ്ട് വരാതിരുന്നത്. മമ്മൂട്ടി പറയുന്ന അവസരത്തിൽ വേറെ വ്യത്യാസം ഉണ്ട്. മരിച്ചിട്ട് കൊണ്ടിരുമ്പോഴല്ലേ. അതുപോലെ ഇത് അപ്പോൾ വരും. അവിടെ നിന്ന് വരണ്ടേ. മോൻ വന്നിട്ട് കേട്ടാ. ഉണ്ണീനെ കൊണ്ടാക്കാൻ വന്നതാ. ഒന്ന് കടിച്ചേ നോട്ടെ. ആ ഇതിനെന്ത് ഗുണങ്ങളൊക്കെ ഉള്ളതെന്നൊന്ന് പറഞ്ഞേ. എന്ത് ഗുണങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞേ. ഒന്നും അറിയില്ലേ? അപ്പം നാള് പറയുന്നേട്ടല്ലോ സ്റ്റാർ ഫ്രൂട്ട് ഭയങ്കര ഗുണങ്ങൾ. മോൻ വെച്ചതല്ലേ? സിജു മോൻ വെച്ചതല്ലേ? മോള് വെച്ചതാ അത്. അതെ ഞാൻ സിജു മോൻ ചെറുപ്പത്തിൽ വെച്ചതാ ചേച്ചി. വലിയ മരം. അതെ ഇതെവിടുന്ന് കിട്ടിയതിന് തൈ? അത് പാവിട്ട് നട്ടത്. അയ്യോ ടീച്ചറോട് പറയ് കുരു വേണമെങ്കിൽ മുളപ്പിച്ച്. ഇനി കുരു മുളക്കില്ല ഉണ്ണിയെ. എന്നിട്ട് മോനെ അടുത്ത പരിപാടി സ്റ്റാർ ഫ്രൂട്ട്. ഞങ്ങൾ സോഡാ പുളി എന്ന് പറയും. പച്ചേട്ടാ കുറച്ചും കൂടി പഴുത്തുണ്ട്. ഇതല്ലേ അതെ. ഇനിയിപ്പോൾ നുറുക്കി വെച്ച് നോക്കുന്നത് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ടാട്ടാ ഞാൻ. ഇത് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എന്തിട്ടൊക്കെ ഉപയോഗിച്ച് നോക്കണമെന്നൊന്ന് പറഞ്ഞേ. ഇത് പുതിനല, ഇഞ്ചി, ഇത് പിന്നെ പിഴിഞ്ഞൊഴിക്കാനായിട്ട് ചെറുനാരങ്ങ നീര്. പഞ്ചസാര വേണ്ടവർക്ക് ഇടാം. പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലേ? ഷുഗർ ഉള്ളവർക്കൊന്നും ആണെങ്കിൽ ഇടണ്ട. അത്യാവശ്യം മധുരം ഉണ്ടാവൂല്ലേ? ചെറുതായിട്ട് മധുരം ഉണ്ട്. കശുമാങ്ങയുടെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് അതിന്. ചവർപ്പും ഇഞ്ചിൻ്റെ പുതിനലുണ്ട്. പിന്നെ എന്നിട്ടാ പിന്നെ ചെറുനാരങ്ങ ലേശല്ലേ പുളിക്ക് വേണ്ടി. പുളി ഉണ്ട് ഇല്ലേ ലേശമായിട്ട്. പുളി പഴുത്തത് പച്ച ഇടാണെങ്കിൽ പിന്നെ ചെറുനാരങ്ങ ഇടേണ്ടി വരില്ല അല്ലേ? ഞാൻ ഇന്നലെ നോക്കിയിട്ട് ഇട്ടതാ. ഇന്നലെ ഞാൻ ആദ്യമായിട്ട് അടിച്ചത്. അത്രക്കായി അടിച്ചപ്പോ നിറച്ചുണ്ടാകുന്നതല്ലേ? ചെറുനാരങ്ങ ഇട്ട് അടിക്കില്ല അല്ലേ? പിഴിഞ്ഞൊഴിക്കുള്ളൂ. വെള്ളം ചേർക്കണ്ട. വെള്ളം ഒഴിച്ചു നിറച്ചിട്ടാണ്. പഞ്ചസാരയിട്ട് നന്നായി ഇളക്കാം. ഞാൻ ഐസ് ഇട്ടാൽ മതിയില്ല പിന്നെ. ഐസ് ആവശ്യമുള്ളവർക്ക് ഇടാം. സോഡാപ്പുളി ജ്യൂസ്. അതെ വേണ്ട ഐസ് തണുപ്പുണ്ട്. കളഞ്ഞോ വേണ്ടെങ്ക. സൂപ്പറാ.
അല്ല ദാഹിക്കണ നേരത്തെ കിട്ടണല്ലോ ചേട്ടാ. ആ അപ്പോൾ ഇതുപോലത്തെ വലിയ ഗ്ലാസ് വേണോ? ഇത്ര തണുപ്പ് മതി. മതി മതി മതി. അത് അത്യാവശ്യം അച്ഛ അങ്ങനെ അത്ര തണുപ്പ് കുടിക്കത്താളാണേ. സൂപ്പറല്ലേ? അച്ഛന് അത് അതിന് പച്ചയ്ക്കും നല്ല ഇഷ്ടമാണ്, വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. ചേട്ടനും വെറുതെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. കുഞ്ഞിമോളുടെ ഫുഡ് കിട്ടാ. എന്നിട്ട് കൊള്ളിയില് മീൻകറി. കൊള്ളി പുഴുങ്ങിയതായിരുന്നു കേട്ടോ. മീൻകറിട്ടാ, മീൻകറി കൊള്ളി പുഴുങ്ങിയത്. ഞാൻ നേരത്തെ തിന്നിട്ടില്ല. കൊള്ളി പുഴുങ്ങിയത് മീൻകറി ഇട്ടുണ്ട്. സബോള കുഞ്ഞു കുഞ്ഞു കുഞ്ഞുന അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ട് മോനെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇളക്കണ ഇളക്ക. ഞാൻ ഒന്ന് തിന്നോക്കട്ടെ കേട്ടാ. ഇത്തിരി കൂടി ചാറ് ഒഴിച്ചോ, നല്ലോണം ചാറ് വേണം അവൾക്ക്. ചാറ് വേണ്ടതുണ്ട് ഒഴിക്കാൻ. നല്ല മീൻ കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാള്. മാങ്ങ കഷ്ണം വേണം മോനെ. ഇത് വേറെ. ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാട്ടാ. നോക്കട്ടെ കൊണ്ടുവന്നേരം പൊക്കോ. ആ സബോള കടിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് അല്ലേ, ആൾക്ക് നല്ല ഇഷ്ടം അതാ. അപ്പം മീൻ വറക്കല്ലല്ലോ മോനെ. മീനൊക്കെ വറക്കാൻ ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലേ മോനെ? അതിലാക്കാറില്ലേ? ചീഞ്ചട്ടിയിലാക്കാറ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കാറില്ല എന്ന് പറയുന്ന ആളുകളുടെ ചീഞ്ചട്ടിയിലാണ് ആളാക്കാറ്. അയില്ല അല്ലേ? അരിയല്ലേ? ഇത്രയൊക്കെയാണല്ലേ മോളെ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മീൻ വറക്കലും കൂടി കഴിഞ്ഞാൽ മോളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകാണ്ടാവും. അങ്ങനെ കുറച്ച് പണികൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് അത്ര നല്ല ദിവസമായിരുന്നില്ല. വീഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വലിയ ഇതൊന്നും വന്നത് ചെറുതായി പോയി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ ബൈ.